ചാരപ്രവർത്തനത്തിന് ഹരിയാന പോലീസ് അറസ്റ്റ് ചെയ്ത യൂട്യൂബർ ജ്യോതി മൽഹോത്രയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മാഡം എൻ എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന ഒരു യുവതിയെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്നത്. ലാഹോർ സ്വദേശിനിയായ ഈ മാഡം എൻ എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന ഈ യുവതിയുടെ യഥാർത്ഥ പേര് നൌഷാബ ഷഹസാദ് എന്നാണ്. ഇവർ ഒരു ട്രാവൽ ഏജൻസിയാണ് നടത്തി വരുന്നത്. ഇവരുടെ ഭർത്താവ് പാകിസ്ഥാൻ സിവിൽ സർവീസിൽ നിന്ന് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്. ഈ മാഡം എൻ എന്നറിയപ്പെടുന്ന ഈ യുവതി പാകിസ്ഥാൻ ചാരസംഘടന ISIലെ പല ഉന്നതരുമായി അടുത്ത ബന്ധമുള്ള വനിതയാണ് എന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് വ്യക്തമായിരിക്കുന്നത്. ഇവർ പ്രധാനമായും ഇന്ത്യയിൽ ഈ ചാരപ്രവർത്തനത്തിനുള്ള സ്ലീപ്പർ സെല്ലുകൾ രൂപീകരിക്കുക എന്ന ഒരു ദൗത്യമാണ് പാകിസ്ഥാൻ ചാരസംഘടന ISI ഇവർക്ക് നൽകിയിരുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. ഇവരുടെ മോഡസ് ഓപ്പറൻഡി ഈ പാകിസ്ഥാൻ സന്ദർശിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യക്കാർക്ക് അവരുടെ വിസ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ വേഗത്തിൽ ശരിയാക്കി കൊടുക്കുക എന്നതാണ്. അതായത് ഇവരുടെ ലാഹോറിലെ ട്രാവൽ ഏജൻസി അതിൽ ഇടപെടുകയും അത് വളരെ പെട്ടെന്ന് തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ശരിയാക്കുക എന്നതുമാണ്. ജ്യോതി മൽഹോത്ര ഉൾപ്പെടെയുള്ളവർക്ക് ഈ പാകിസ്ഥാൻ വിസ ലഭിക്കുന്നതിന് ഈ മാഡം എൻ എന്ന വനിതയുടെ ട്രാവൽ ഏജൻസി വളരെ ശക്തമായ ഇടപെടലായിരുന്നു നടത്തിയിരുന്നത്. ഇവർക്ക് ഡൽഹിയിലെ പാക് എംബസിയിലെ ISI ഉദ്യോഗസ്ഥനായിരുന്ന ഡാനിഷുമായി അടുത്ത ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ വിസയൊക്കെ വളരെ വേഗത്തിലാക്കുമ്പോൾ അത് യൂട്യൂബർമാരെയൊക്കെ, കാരണം അവരുടെ യാത്ര വളരെ സുഗമമാക്കുന്നതിൻ്റെ ഭാഗമായി അവർക്ക് അവിടെ പാകിസ്ഥാനിൽ മറ്റ് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ ഇവരുമായി ഈ സൗഹൃദത്തിൽ ഏർപ്പെടുകയാണ് ഇവരുടെ ആദ്യ ഘട്ടത്തിൽ പ്രവർത്തനമായി നടക്കുന്നത്. തുടർന്ന് ഇവർക്കൊരു ഒരു പങ്കാളി അല്ലെങ്കിൽ ഒരു കൂട്ടാളിയുണ്ട്. അത് ഈ പാകിസ്ഥാൻ പോലീസിലെ മുൻ സബ് ഇൻസ്പെക്ടറായിരുന്ന ഈ നിസാർ ദില്ലൻ എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു. അത് അദ്ദേഹത്തിന് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അദ്ദേഹം ഈ പറയുന്ന ഈ ഇന്ത്യൻ യൂട്യൂബർമാരുമായി സൗഹൃദത്തിലാകുന്നു. തുടർന്ന് ഈ സൗഹൃദം ശക്തമാകുമ്പോൾ ഇവർ ഡൽഹിയിലെ ഈ പാക് എംബസിയിലുള്ള ഈ ഉദ്യോഗസ്ഥൻ ഡാനിഷുമായി ഇവരെ നേരിട്ട് ബന്ധപ്പെടുത്തി കൊടുക്കുന്നു. അതിനുശേഷം ഇവർ പാകിസ്ഥാനിലെത്തുമ്പോൾ പാകിസ്ഥാനിലെ ഈ ഇൻ്റലിജൻസ് ഓഫീസർമാരുമായി ഇവർക്ക് ബന്ധപ്പെടുത്തി കൊടുക്കുന്നു. അങ്ങനെയൊക്കെയാണ് ഇവർ ഈ മോഡസ് ഓപ്പറൻഡി നടത്തിക്കൊണ്ടിരുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ യൂട്യൂബർമാരും അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ISI ഉദ്യോഗസ്ഥരും തമ്മിൽ അവരുടെ ഇടയിൽ ഒരു പാലമായി പ്രവർത്തിക്കുകയായിരുന്നു ഈ മാഡം എൻ എന്ന ലാഹോർ വനിതയും എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന ഈ ലാഹോർ വനിതയും അതുപോലെ തന്നെ നിസാർ ദില്ലൻ എന്ന പാകിസ്ഥാൻ പോലീസിലെ മുൻ സബ് ഇൻസ്പെക്ടറും ഈ രണ്ടുപേരും നിർണായക പങ്കാണ് ഇതിൽ വരുത്തിയിരുന്നത്. ഏതായാലും ഇവരുടെ ഈ ചതിക്കുഴിയിൽപ്പെട്ട ചിലരെയെങ്കിലും ഇവരുടെ ഈ ചാരവലയത്തിൽപ്പെട്ട ചിലരെയെങ്കിലും ഇതിനോടൊപ്പം തന്നെ അന്വേഷണ ഏജൻസികൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് ജ്യോതി മൽഹോത്രയുണ്ട്, ജസ്ബീർ സിംഗ് ഉണ്ട്. ഇതിനപ്പുറത്തേക്ക് ഇവരുടെ സഹായത്തിൽ പാകിസ്ഥാനിൽ എത്തിയപ്പെട്ടവരുടെ സംബന്ധിച്ചുള്ള മറ്റ് വിശദാംശങ്ങൾ ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പരിശോധിച്ച് വരികയാണ്. കാരണം ഈ സ്ലീപ്പർ സെൽ രൂപീകരണത്തിൻ്റെ ഭാഗമായി മറ്റാരെയൊക്കെയാണ് ഇവർ സ്വാധീനിച്ചിട്ടുള്ളത്, മറ്റാരൊക്കെയാണ് ഇവരുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്.